3 മക്കളെയും കുട്ടി കൈക്കൂലി വാങ്ങാനിറങ്ങിയ ഒരമ്മ പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വിജിലൻസ് വിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച ആ കുട്ടികളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിരിക്കും അത്. കൈക്കൂലിക്കാരിയുടെ മക്കളെന്ന ദുഷ്പേര് അവരെന്നും കേൾക്കേണ്ടി വരും. കൊച്ചിൻ കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എന്ന ഉന്നത പദവിയിൽ നിന്നാണ് അഴിമതിക്കാരി എന്ന പരിവേഷത്തിലേക്ക് സ്വപ്നം മാറിയത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകാൻ 15,000 രൂപ കൈക്കൂലി വാങ്ങിയ സ്വപ്നയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. മേയർ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന കാര്യവും വിജിലൻസ് അന്വേഷിക്കുന്നു. സമീപകാലത്ത് സ്വപ്ന അനുവദിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ പൂർണ്ണ വിവരം ശേഖരിക്കുകയാണ് വിജിലൻസ്. കഴിഞ്ഞ ദിവസം വൈറ്റിലയിലെ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസ് ചില രേഖകൾ പിടിച്ചെടുത്തു. സ്വപ്നയുടെ സമ്പാദ്യങ്ങളിലേക്കും അന്വേഷണം നീളും. അഴിമതിക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട സ്വപ്ന ഏറെക്കാലമായി വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു. നിലവിൽ സ്വപ്നയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വപ്നയുടെ തൃശൂരിലെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് കൈക്കൂലിയായി 25,000 രൂപയാണ് ആദ്യം ചോദിച്ചത്. പിന്നീട് 15,000 രൂപയായി കുറച്ചു നൽകി. സ്വപ്നയുടെ കാറിൽ നിന്നും 41,180 രൂപയും കണ്ടെത്തിയിരുന്നു. ഈ പണവും കൈക്കൂലിയായി സ്വപ്ന കൈപ്പറ്റിയതാണെന്നാണ് സംശയം. ഒരു ദിവസത്തെ കളക്ഷനാണ് ഇതെന്നാണ് വിജിലൻസ് വിലയിരുത്തൽ. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖലാ വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് സ്വപ്ന കഴിഞ്ഞ ദിവസം കുടുങ്ങിയത്. 2019 തൃശൂർ കോർപ്പറേഷനിൽ ജോലിയിൽ പ്രവേശിച്ച സ്വപ്ന സ്ഥലം മാറ്റത്തിൽ 2023 കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റ്ല സോണൽ ഓഫീസിലെത്തി. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ റാങ്ക് ആയതിനാൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എന്ന പദവിയും കിട്ടി. പക്ഷേ പദവികളെല്ലാം അഴിമതിക്ക് വേണ്ടി മുതൽ കൂട്ടുകയായിരുന്നു. സ്വപ്നയുടെ സഹായികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് വിജിലൻസ്. ന്യൂസ് 18 കൊച്ചി.